ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ റിബേക്ക മറിയം കുര്യൻ, ഇടയാറന്മുള ലാഗസെയ്ന്തോ മാർത്തോമ ഇടവകയിലെ അംഗമാണ്. ആദ്യമായി എനിക്കിങ്ങനൊരു അവസരമൊരുക്കി തന്ന ദൈവത്തെ സ്തുതിക്കുകയും CSSM ഭാരവാഹികളോടുള്ള എൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നൊരു പകൽക്കാലം കൂടി നിന്റെ നാമത്തിനായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന വചനം വെറുതെ കേട്ട് മറക്കുന്നതാകാതെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാക്കി തീർക്കണമേ. കർത്താവെ, ഞങ്ങളെ നിന്റെ മക്കളാക്കി നിന്റെ ചിറകിൻ നിഴലിൽ കാത്തു പരിപാലിക്കണമേ. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് അല്പസമയത്തെ വേദവചന ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് 6-ാം അധ്യായം 30 മുതൽ 34 വരെ. ഇത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം നാം ചെറുപ്പം മുതലേ സൺഡേ സ്കൂളിൽ പഠിച്ചു വരുന്ന ഒരു കഥയാണ്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം. ഇവിടെ പല കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ അരികിൽ വചനം കേൾക്കാനായി ധാരാളം ആളുകൾ വന്നുകൂടുന്നു. വലിയ പുരുഷാരമാണ് അവിടെ ഉണ്ടായിരുന്നത്. യേശുവിൻ്റെ അരികിൽ വചനം കേൾക്കാൻ വന്നവർ സമയത്തെപ്പറ്റി പോലും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നേരം വൈകിയിട്ടും അവർ വചനം കേട്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും നൽകാനായി അവിടെ ഭക്ഷണമില്ലായകയാൽ അവരെ അവരുടെ കുടികളിലേക്കും ഊരുകളിലേക്കും പറഞ്ഞയക്കാമെന്ന് ശിഷ്യർ പറഞ്ഞു. എന്നാൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഇത്ര വലിയ ജനക്കൂട്ടത്തിന് പെട്ടെന്ന് എങ്ങനെ ഭക്ഷണം കണ്ടെത്തുമെന്ന് ആലോചിച്ച് പരവശരായി ശിഷ്യന്മാർ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ത്രയോസ് അവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുള്ള കാര്യം പറഞ്ഞത്. എന്നാൽ പിന്നെയും ഇത്ര വലിയ ജനക്കൂട്ടത്തിന് ഇത്ര ചെറിയ തോതിലുള്ള ഭക്ഷണം എങ്ങനെ തികയുമെന്നത് ചോദ്യചിഹ്നമായി നിലനിന്നു. എന്നാൽ യേശു ശിഷ്യന്മാരോട് അവൻ്റെ കയ്യിൽ നിന്ന് ആ മീനും അപ്പവും വാങ്ങാനായി പറഞ്ഞു. അവൻ അത് പൂർണ്ണ മനസ്സോടെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അത് ആ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ്റെ ആ വിട്ടുകൊടുക്കാനുള്ള മനോഭാവമാണ് പിന്നീട് ആ വലിയ അത്ഭുതത്തിന് വഴിയൊരുക്കിയത്. യേശു ബാലകന്റെ കയ്യിൽ നിന്ന് ആ അപ്പം വാങ്ങി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് വിളമ്പാനായി കൊടുത്തു. അവർ മീൻ നുറുക്കും അപ്പവും അവിടെ പന്തിയിലിരുന്നവർക്ക് വിളമ്പി തുടങ്ങി. ശേഷിച്ച അപ്പം 12 കൂട്ട നിറച്ചെടുത്തു. ആ ചെറിയ ബാലകന്റെ കയ്യിലെ 5 അപ്പവും 2 മീനും കൊണ്ട് ആ വലിയ പുരുഷാരത്തെ പോഷിപ്പിക്കാൻ കഴിയുമെന്ന് യേശു ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഈ അത്ഭുതത്തിന് വഴിവെച്ചത്. വിശ്വാസം എന്തിനും വഴിയൊരുക്കുമെന്ന് യേശു ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇബ്രായർ 1:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന്. അവിടെ ലഭ്യമായതിനെ ദൈവം ഉപയോഗിച്ചു. അവിടെ ലഭ്യമായതിനെ സ്വീകരിക്കാൻ യേശു ശിഷ്യന്മാരെയും പ്രാപ്തരാക്കി. ആ അപ്പം അവർക്ക് മതിയാകുമെന്നറിഞ്ഞ യേശു ആ അപ്പത്തെ വാഴ്ത്തി നുറുക്കി അത് മതിയാകുമെന്ന് വിശ്വസിച്ച ശിഷ്യന്മാരെ അത് വിഭാഗിച്ചു നൽകാനായി ഏൽപ്പിച്ചു. നമ്മുടെ കഴിവുകളും പരിശ്രമവും ധനവും നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാകാതെ വരുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തെങ്കിലേക്ക് നോക്കാം. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കും. പൂർണ്ണമായ വിശ്വാസം നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ സഹായിക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് വചനത്തിൽ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മളെ തന്നെ ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചാൽ ദൈവം തീർച്ചയായും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കാനായി തൻ്റെ മാലാഖമാരെ അയച്ച ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. പൂർണ്ണമായ വിശ്വാസത്തോടെ നമുക്കുള്ളതിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.